ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേതൊരു കുഞ്ഞു സർപ്രൈസ് ഗ്രൂം ടു ബി വ്ളോഗാണേ കാണിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ വന്ന് വ്ളോഗ് ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ പെട്ടെന്ന് വീണ്ടും നാട്ടിൽ വന്ന് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. ബ്രദർ എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ്, എൻ്റെ സ്വന്തം ബ്രദർ തന്നെ. അപ്പോൾ അവൻ്റെ മാരേജായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അവനിക്ക് ഇന്നൊരു സർപ്രൈസ് ആയിട്ട് കുഞ്ഞ് ഗ്രൂം ട്യൂബൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്, അവനറിയാതെ കേട്ടാ. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടുകാരെ കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞു ഗ്രൂം ട്യൂബി സർപ്രൈസ് വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ദിവസം രാത്രിയാണ് നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ ഞാനും സെലു ലീവ്സും കൂടി ഒന്ന് ടൗണിലേക്ക് പോയിക്കൊണ്ട് നിൽക്കലാണ് തലശ്ശേരി. കാരണം ഒന്ന് രണ്ട് സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി. അത് പിന്നെ എപ്പോഴും ഉള്ളതാണ്, എല്ലാം അത് പെർഫെക്റ്റ് ടൈമിന് നമ്മൾ ചെയ്ത് വെക്കും. പക്ഷെ എന്നാലും അതിലെന്തെങ്കിലും ഒന്ന് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വിട്ടുപോകും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ തലശ്ശേരിയിലാണ് പോകുന്നത്. പിന്നെ ഗ്രൂം ടു ബീൻ്റെ തീം എന്ന് പറയുന്നത് ബ്ലാക്ക് ഗോൾഡ് ഒക്കെ അല്ലേ പൊതുവെ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ദിവസം മുന്നേ ഞാൻ തലശ്ശേരി പോയ സമയത്ത് ബ്ലാക്ക് ഷർട്ടും ക്രീം കളർ പാൻറ്റ് വരുന്ന അങ്ങനെ സെറ്റ് ബേസിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടൗണിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ കംഫർട്ട് ഷോപ്പ് കൊപ്രാങ്കണ്ടി ബേക്സ് നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. ബേക്കറി എന്ന് പറയുന്നത് സ്വീറ്റ്സ് ഐറ്റംസ് ആണ്. നമുക്ക് ഈ ഒരു ഗ്രൂം ട്യൂബിക്ക് ടേബിളിൽ സെറ്റ് ചെയ്താൽ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാതും കുറച്ച് കുറച്ചേ വാങ്ങുന്നുള്ളൂ, ഒരുപാടൊന്നും വാങ്ങുന്നില്ല. കാരണം മധുരം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മുടെ പരിപാടി നല്ല കളറാക്കി മധുരമുള്ളതാക്കണമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നൊസ്റ്റു സ്വീറ്റ്സ് വേണേനും. നാരങ്ങ മിഠായി, നമ്മുടെ ജീരക മിഠായി, തേനുണ്ട, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും വേണേനും. പിന്നെ ലഡു, ജിലേബി, മൈസൂർ പാക്ക്, പേട, ഇങ്ങനത്തെ സ്വീറ്റ്സ് ഐറ്റംസ് മാത്രം എല്ലാം അത് കുറച്ച് കുറച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പാലൈസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അവിടെ ഗ്രൂം ട്യൂബിൻ്റെ ടീം ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് അവിടെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇന്ന് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിക്കാനാണ് പറഞ്ഞത്. കറക്റ്റ് ആ ഒരു ടൈമിന് തന്നെ അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാതും സെറ്റായി കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി നമ്മൾ എൻ്റെ കാർണോറ വീട്ടിലാണ് വെച്ചിട്ടുള്ളത്, പിണറായിൽ. കാരണം അവിടെ ആകുമ്പോൾ നമുക്ക് സർപ്രൈസ് കൊടുക്കാനേ എളുപ്പമാണ്. കാരണം എൻ്റെ വീട്ടിലെല്ലാം ആകുമ്പം അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ അവർക്ക് സംശയം തോന്നും എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ അവിടെ ആകുമ്പം ഇത്താൻ്റെ വീട് അതിൻ്റെ ബാക്കിൽ തന്നെ, അതായത് ഇളയമ്മൻ്റെ വീട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും കാർണോറ വീട്ടിൽ കയറി ജസ്റ്റ് ഒന്ന് രണ്ട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഓരോ വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് സർപ്രൈസ് കൊടുക്കാമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് അവിടെയാണ് നല്ല ഏല് കേട്ടോ. അപ്പോൾ ഈ ഒരു സർപ്രൈസ് നമ്മൾ ഉമ്മാൻ്റെ വീട്ടുകാർ, അതായത് എൻ്റെ ഉമ്മാമ്മക്ക് 4 മക്കളാണ്, 2 ആണും 2 പെണ്ണും. അപ്പോൾ ഇളയമ്മാൻ്റെ മോൻ്റെ അല്ലേ കല്യാണം, എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെയാണേ കല്യാണം. അപ്പോൾ എൻ്റെ ഉമ്മയും 2 കാർന്നോർമാരെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഉമ്മാൻ്റെ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് പരിപാടി കഴിക്കുന്നതാണ് കേട്ടോ. ഈ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രൂം ടു ബി കഴിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം റെഡിയായി കേട്ടോ എല്ലാവരും. ഇനിയിപ്പോൾ നമ്മൾ കാർന്നോറ വീട്ടിലേക്ക് പോകാൻ പോക്കാണ്. പിണറായിൽ എനിക്ക് 2 കാർന്നോറ് മാറാം. ഒരാൾ മൂത്ത കാർന്നോറ് പിണറായിലാണ് വീട്, രണ്ടാമത്തെ കാർന്നോറ് എൻ്റെ വീടിൻ്റെ തൊട്ടരിയത്തൊരു വീട് കാണുന്നില്ല അതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പോക്കാണ്. അപ്പോൾ എല്ലാവരും റെഡിയാവലെല്ലാം കഴിഞ്ഞ് പിന്നെ അതിനിടയിൽ നമ്മൾ ഇന്ന് രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കുന്ന എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ മന്തി ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. കാരണം നമുക്ക് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മന്തി ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ എന്നുള്ളത്. അങ്ങനെ മന്തിൻ്റെ ചിക്കനും മസാലയൊക്കെ റെഡിയാക്കി ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് കൊണ്ടുവന്നേട്ടാ. ഇനിയിപ്പോൾ ഇവിടെ അമ്മായിൻ്റെ അടുത്ത് എത്തിയിട്ട് രാത്രി നമുക്ക് റൈസ് ആക്കിയിട്ട് ഒന്ന് ദം ചെയ്യല്ലേ വേണ്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട്, പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ അമ്മായിൻ്റെ വീട്ടിലെത്തി അമ്മായി ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ എല്ലാം കുടിച്ച് അതിന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് ഞാൻ ആമസോണിൽ ഗ്രൂം ട്യൂബിൻ്റെ ആ ഒരു ഡെക്കറേഷൻ കിറ്റില്ലേ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതാണ് കേട്ടോ, ചെറിയ പൈസയേ ഉള്ളൂ, അതിലെല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അത് പക്ഷേ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആണ്. അതിനെ നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കാനുണ്ട്, ഗമ്മൊക്കെ ഒട്ടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കലേനു. അപ്പോൾ ഇതാ നമ്മൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനിടയിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം വന്നിട്ട് റൈസൊക്കെ ഒന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂം ട്യൂബിക്ക് സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കാണാറ് ആ ഒരു തീമിന് കണക്കായിട്ട് ഓരോ ഡ്രസ് കോഡും അതേ സെയിം കളർ തീമിൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടെല്ലാം സെറ്റാക്കുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ ഒരു ദിവസത്തേക്കായിട്ട് അനാവശ്യമല്ല, വെറുതെ വേസ്റ്റ് ആവേണ്ടെന്ന് കരുതിയിട്ട് അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഫാൻസി സാരി, വീട്ടിലേതാണ് അത് പഴയതാണെങ്കിൽ പഴയത് ഏതായാലും കുഴപ്പമില്ല, എല്ലാവർക്കും സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സാരി ആണെങ്കിൽ കൂടുതൽ നമ്മൾ പുറത്തുള്ള അപ്പോൾ ഫംഗ്ഷനും കാര്യത്തിനൊന്നും ഇടൂല, നമ്മളെ വീട്ടിലുള്ള കല്യാണത്തിന് മാത്രമല്ലേ സാരിയൊക്കെ എടുക്കുകയുള്ളൂ.
അത്യാവശ്യമല്ലേ എടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്നാൽ കയ്യിൽ എല്ലാവരുടെ കയ്യിലും സാരിയുണ്ട്. എന്നാൽ പിന്നെ സാരി ആക്കാന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഒരു സാധാരണ ഒരു സാരി വേണമെന്ന് അങ്ങനെ ഒരു തീമാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇനി മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും സാരിയൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇതാ നമ്മൾ എല്ലാവരും കൂടി ഇതിൻ്റെ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ഗ്രൂം ട്യൂബിൻ്റെ കിറ്റ് ഞാൻ ആമസോണിൽ വാങ്ങിച്ചതാണ്. 200 സംതിങ് അങ്ങനെ റേറ്റ് ഉള്ളൂ. പക്ഷേ കുറേ എന്താ പറയുക, കുറേ എല്ലാ സെറ്റും കൂടിയിട്ട് 200 സംതിങ് നല്ല വെർത്തായിട്ട് എനിക്ക് തോന്നി കേട്ടാ. എനിക്ക് തോന്നുന്നു ടോട്ടൽ എല്ലാം കൂടി ഒരു 45 പീസ് സെറ്റോ അങ്ങനെ എന്തോ ഇത് വന്നിട്ടുണ്ടായത്. എന്തായാലും നല്ല വെർത്താ. കാരണം ഇതൊക്കെ ഒരു ദിവസത്തേക്കല്ലേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രൈസിന് ഓൺലൈനിൽ കിട്ടുമ്പോൾ നല്ലതാണ്. അല്ലാതെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ കിറ്റായിട്ട് ഒന്നിച്ച് കിട്ടുന്നില്ല. എല്ലാം അത് എനിക്ക് ഇവിടെ തലശ്ശേരിയിൽ ഞാൻ കുറേ ഷോപ്പിൽ നോക്കിയ സമയത്ത് എല്ലാം അത് ഒന്നിച്ച് കിട്ടുന്നില്ല. ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുമ്പോൾ ടോട്ടൽ പ്രൈസ് കൂട്ടുന്ന സമയത്ത് ഭയങ്കര പ്രൈസും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കിറ്റ് ഇങ്ങനെ ഓൺലൈനിലാകുമ്പോൾ നല്ല ലാഭമുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ ആ ഒരു കേക്ക് മുറിക്കുന്ന ആ ഒരു ഫോട്ടോ എടുക്കുന്ന ടൈമിലല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. പിന്നെ വേണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മന്തിയൊക്കെ ഒന്ന് അവിടെ സെറ്റാക്കി വെക്കാനുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മായിമാറും സെലുവും പിന്നെ റിസ, ജസ എല്ലാവരും അമ്മായിമാരുടെ മക്കളും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായതാണ് നമ്മൾ ഓരോ പരിപാടിയും ഓവറായിട്ട് ആർഭാടാക്കി അനാവശ്യ ചെലവുകളാക്കിയിട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എല്ലാ ഫാമിലി ഇപ്പോൾ തറവാട്ടിലുള്ള എല്ലാവരും കൂടി ഒന്നിച്ചു ഒരുപോലെ ഇങ്ങനെ നല്ല യോജിപ്പിൽ കൂടിയിട്ട് ചെറിയ ചെറിയ പരിപാടികൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വലുതാക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖവും രസവും ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മൾ അമ്മായിമാരും നമ്മൾ മരുമക്കളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ സെറ്റാക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളും നമ്മുടെ കൂടെ കൂടിയിട്ട് അവരും കൂടി ഇതിൽ ഇൻവോൾവ് ആകുക. അപ്പോൾ അതിലും അവർക്കും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ഒരു ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ അവരും നമ്മളെ കണ്ട് വളരണം എന്നല്ലേ മക്കൾ പറയാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടിയൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുന്നത് നല്ല രസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ പുറത്ത് പോകുന്നതും കറങ്ങാൻ പോകുന്നതും പിന്നെ എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ പരിപാടി കഴിക്കുന്നത്, എല്ലാവരും ഒന്നിച്ച് ഫുഡ് ഉണ്ടാക്കുക. അതല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അതൊന്നും ഓവർ ആർഭാടത്തിൽ കഴിക്കുന്നതിലല്ല എനിക്ക് താല്പര്യം. എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രത്യേക രസമോ ഒരു പ്രത്യേക ഫീലിങ്സൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ മാക്സിമം എല്ലാവരും പറ്റുന്ന പോലെ ഇതിപ്പം ഗ്രൂം ടു ബി ആയതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാവരും ഒന്നിച്ച് കൂടി അങ്ങനെ. അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും പരിപാടികളൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടാറുണ്ട് കേട്ടോ. ഒന്നിക്ക് നമ്മളെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ കാർന്നോരുടെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഇത്താത്തൻ്റെ വീട്ടിലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പരിപാടി ഇല്ലെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒന്നിച്ച് കൂടും, ഇടയ്ക്ക് പോയി വരും, ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളിൽ. ഇപ്പം പിന്നെ നാട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മിസ് ചെയ്യുന്നത്. കാരണം നാട്ടിൽ നിന്ന് എല്ലാവരും ടൂർ പോകുമ്പോൾ അതൊന്നും നമുക്ക് പറ്റുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ പറ്റുന്ന പോലെ നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ ഇതാ നമ്മൾ കുട്ടീസും നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാം അത് ചെയ്ത് കേട്ടോ. ഓരോന്നോരോന്ന് ഡെക്കറേഷൻസൊക്കെ ചെയ്ത് ഞാനവിടെ മന്തിൻ്റെ പരിപാടി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ദമ്മിടേണ്ട പരിപാടി ഇടും, അതും ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ മന്തി ആയതുകൊണ്ട് തന്നെ അരിയത്ത് നിന്നിട്ടും മെനക്കെട്ടുള്ള പരിപാടി അങ്ങനെയൊന്നും ഇല്ലല്ലോ. ബിരിയാണി ഒന്നും പോലത്തെ മെനക്കെടൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ എല്ലാതും സെറ്റാക്കി വെച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സമയമായി കേട്ടോ, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇനി എല്ലാവരും ചേഞ്ച് ചെയ്യാൻ പോകട്ടെ ഡ്രസ്സെല്ലാം. അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ മന്തിൻ്റെ സ്മോക്ക് ചെയ്യണം. അപ്പോൾ അതും കൂടി അവിടെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ ആ ഒരു ചാർക്കോൾ എടുക്കാൻ വിട്ടുപോയി എന്നോട്. അപ്പോൾ ഇവിടെ അമ്മായിൻ്റെ അടുത്തും ഉണ്ടായിട്ടില്ല, അമ്മായിൻ്റെ അടുത്തും തീർന്നു പോയി എന്ന് പറഞ്ഞ്. അങ്ങനെ ചിരട്ട കത്തിച്ച് അത് ചെറിയ രീതിയിൽ പണിയാക്കി അതിനെല്ലാം ചാർക്കോളാക്കിയിട്ടൊക്കെ ചെയ്ത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. അതിനിടയിൽ കാർന്നോർമാർ രണ്ടാളും അവർ തലശ്ശേരി കച്ചവടം ചെയ്യുന്നവർ. അപ്പോൾ അവർ 9 മണി 9:30 ആവും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് ഇന്ന് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെത്തിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അവരും എത്തി അവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും ഒന്ന് അവരെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇനി മന്തിൻ്റെ പരിപാടി ഇതാ ഏകദേശം കഴിഞ്ഞ് സ്മോക്കിംഗ് പരിപാടിയും വേണ്ടി കഴിഞ്ഞ് ഇനിയിപ്പം ചട്നിയും മയോണൈസൊക്കെ ഉണ്ടാക്കാനുണ്ട്. അത് നമ്മൾ വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് വട്ടം വന്നിട്ട് ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ ഇതാ സെലു ചെറിയ ചെറിയ ക്ലിപ്സ് എടുക്കുന്നുണ്ട് കേട്ടോ, അവൾക്കും വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെലുവിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് കയറി നോക്കണം. ഗ്ലിംസ് ഓഫ് സാല. അവൾ പിന്നെ കണ്ടിന്യൂസ് വീഡിയോസ് ഒന്നും ഇടലില്ല.
ഇടയ്ക്കേ ഇടാറുള്ളൂ. അപ്പോൾ എന്തായാലും ഉള്ള വീഡിയോസ് എല്ലാം നല്ല അടിപൊളി വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് കേട്ടോ. ഒരാൾ കുട്ടികളെ റെഡിയാക്കുന്നുണ്ട്. നമ്മളതിനിടയിൽ ചേഞ്ച് ചെയ്ത് എല്ലാതും കഴിഞ്ഞ് ഇനിയിപ്പോൾ അവരെ വരേണ്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാർന്നോർമാരും രണ്ടാളും വന്നു കേട്ടോ ഷോപ്പിൽ നിന്ന്. കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും വെയിറ്റിങ്ങില്ല. ടേബിളൊക്കെ എല്ലാം അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ള സ്വീറ്റ്സ് ഐറ്റംസും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം സമയമാവാറായി. അമ്മായി വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എവിടെയുള്ള നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ട, ഇന്ന് ഇവിടുന്ന് കഴിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട്. പരിപാടിയൊന്നുമില്ല, കാരണം അമ്മേൻ്റെ അടുത്ത് ഇടയ്ക്ക് അവർ ഫുഡ് കഴിക്കലുണ്ട്. എവിടെയെങ്കിലും പോയി ലേറ്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ അമ്മായി പറഞ്ഞ് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങ് പോരി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവരേകദേശം എത്താനായി എന്ന് തോന്നിയ സമയത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ള സ്വീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാതും കുറച്ച് കുറച്ചേ വാങ്ങിയിട്ടില്ല. ഓരോ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റിൽ സെർവ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അളവ് ഏകദേശം അങ്ങനെ നോക്കിയിട്ട് വാങ്ങിച്ചേട്ടെ. കാരണം മധുരമായതുകൊണ്ട് ആരും കൂടുതൽ കഴിക്കൂല. എന്നാൽ നല്ല സന്തോഷമുള്ള ദിവസമാകുമ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് കഴിക്കുമല്ലോ. ആ ഒരു രീതിയിൽ എല്ലാവർക്കും ഓരോന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ വാങ്ങിയത് ലഡു, ജിലേബി, മൈസൂർ പാക്ക്, പിന്നെ നമ്മുടെ നൊസ്റ്റു മിഠായികളില്ലേ, ജീരക മിഠായി, തേനുണ്ട, നാരങ്ങ മിഠായി, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഇതാ അവർ പുറത്ത് ഗേറ്റൊക്കെ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഉമ്മാമ്മ വാതിൽ തുറന്ന് നോക്കി കേട്ടോ. നോക്കുമ്പോൾ അവർ മുന്നിലെത്തിയിട്ടില്ല. അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഡോറ് ക്ലോസ് ചെയ്ത് നമ്മളെല്ലാവരും ഡോറിൻ്റെ ബാക്കിൽ സൈഡിലായിട്ട് മാറി നിന്ന് കേട്ടോ. കാരണം നമ്മളാരും ഉള്ളത് അറിയില്ല. ഉമ്മാമ്മ ഇവിടുന്ന് സാധാരണ ഇവിടെ ഉള്ള ആളാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെ കണ്ടപ്പോൾ തുറക്കുന്ന ആ ഒരു ഫീലിന് വേണ്ടിയിട്ട് ഉമ്മാമ്മനെ കൊണ്ട് തന്നെ നമ്മൾ തുറപ്പിച്ചേട്ടാ. കാരണം ഉമ്മാമ്മ ഇവിടുന്ന് തന്നെ തുറക്കുന്നതാണല്ലോ. നമ്മളൊന്നും ഇവിടെ ഉള്ളത് അറിയുന്നില്ലല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും ഒളിച്ച് മാറി നിന്ന് കേട്ടോ. കാരണം 2 പോപ്പറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് ഡോറ് തുറന്ന് അവർ കയറുമ്പം തന്നെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായത്. പക്ഷേ പോപ്പർ അങ്ങനെയാണല്ലോ. നമുക്ക് ഇഷ്ടമുള്ളവർ അത് പൊട്ടൂല. അവരെ ഇഷ്ടത്തിനല്ലേ അത് പൊട്ടുള്ളൂ. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ വൻ പ്ലാനിങ്ങിലാന്ന്. എങ്ങനെയാ തുറക്കണ്ടേ? എങ്ങനെയാ കയറണ്ടേ? പാട്ട് പാടണോ? തുള്ളണോ? ഡാൻസ് കളിക്കണോ? അങ്ങനെ പല പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഇതാ ഒരിക്കൽ ഉമ്മാമ്മ തുറന്ന് പിന്നീട് വീണ്ടും ഡോറ് ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇതാ രണ്ടാമത് അവൻ കയറി വരുമ്പം തന്നെ തുറന്നു. പക്ഷേ പോപ്പറ് നമ്മളെ ചതിച്ച് കേട്ടോ. പോപ്പറ് പൊട്ടിയിട്ടുണ്ടായില്ല. ലാസ്റ്റ് അത് ഓട്ടയാക്കിയിട്ട് മുകളിലൂടെ കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമ്മളെല്ലാവരും നല്ല അടിപൊളി മാപ്പിളപ്പാട്ടും കല്യാണപ്പാട്ടും ഒക്കെ പാടി നല്ല ഉഷാറാക്കി കേട്ടോ. നല്ല കളറായിന്. ശരിക്കും സർപ്രൈസ് ആയിന് അവർ. കാതും ഇത്താത്തയും മക്കളും ആപ്പയും എല്ലാവരും സർപ്രൈസ് ആയിരുന്നു. കാരണം ആരും ഇത് പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ കുറേ ദിവസമായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവർ അറിയുന്നുണ്ടായിട്ടില്ല. നമ്മളൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ. എന്തായാലും നല്ല ഉഷാറായിന് കേട്ടോ പരിപാടി. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് ഉമ്മാമ്മനെ കൊണ്ട് ഗിഫ്റ്റ് ചെയ്യിപ്പിച്ച് കൊടുത്ത് എന്നിട്ട് ഓനോട് അത് ചേഞ്ച് ചെയ്ത് വരാൻ പറഞ്ഞ് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ. അങ്ങനെ ഇതാ കാത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് നമ്മളെല്ലാതും അറേഞ്ച് ചെയ്ത് ഉമ്മാമ്മ സാഷൊക്കെ ഇട്ട് കൊടുത്ത് ഇനി കേക്ക് മുറി ചടങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു ഇത്. അതായത് നമ്മൾ എല്ലാവരും മാപ്പിളപ്പാട്ട്, കല്യാണപ്പാട്ടുകൾ, പിന്നെ ഒപ്പന, ഡാൻസ്, തുള്ളൽ എല്ലാം ആയിട്ട് എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. എല്ലാതും നമ്മൾ കളറാക്കിന് കേട്ടോ മാക്സിമം. പിന്നെ ഈ ഒരു കല്യാണത്തിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ എൻ്റെത് എൻ്റെ അനിയത്തിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാതും പെൺകുട്ടികളുടെ കല്യാണമല്ലേ. അപ്പോൾ ഒരു 14 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന ഒരു ആൺകുട്ടിൻ്റെ കല്യാണമാണ് നമ്മളെ വീട്ടിലിപ്പോൾ നടക്കാൻ പോകുന്നത്. പിന്നെ ഉമ്മാമ്മൻ്റെ പേരക്കുട്ടികൾ ആദ്യമായിട്ട് ഒരു ആൺകുട്ടിൻ്റെ കല്യാണം കഴിയുന്നതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഇപ്പോൾ എൻ്റെ അനിയത്തിൻ്റെയൊക്കെ പെണ്ണിൻ്റെ കഴിഞ്ഞിട്ട് കുറേ കൂടിയിട്ട് ഒരു 14 വർഷം മീൻസ് എൻ്റെ കാർന്നോറെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ കല്യാണമാണ് കേട്ടോ ഇനി വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലേക്ക് തന്നെ ഒരു പുതിയ അതിഥിയും കൂടി വരാൻ പോവുകയല്ലേ, നീനു. അതായത് ഫാത്തിമ നിഹ എന്നാണ് അവൻ്റെ കല്യാണ പെണ്ണിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ആളും കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അതിൻ്റെ സന്തോഷമായിട്ട് അങ്ങനെ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്ത്. വയ്യായികളും എല്ലാ ബുദ്ധിമുട്ടുകളും ഓരോരുത്തർക്ക് ഉണ്ട്. പക്ഷെ അതൊന്നും ആരും മൈൻഡ് ആക്കാതെ എല്ലാവരും മാക്സിമം തുള്ളിച്ചാടി എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ സർപ്രൈസ് പ്ലാനിങ് സക്സസ് ആയിന്. അതന്നെ ഭാഗ്യമായി. പിന്നെ ഇതാ നമ്മൾ കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ്
അതിന് ശേഷം നമ്മൾ മാക്സിമം പാട്ടും ഒപ്പനയായിട്ടും എല്ലാ രീതിയിലും ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് കേട്ടാ. ഇനിയിപ്പോൾ മെയിൻ ഉള്ളത് ഫോട്ടോഷൂട്ട് ചടങ്ങുകൾ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലാണല്ലോ മെയിൻ. ഇനി എൻ്റെ ഫാമിലിനെ ഞാൻ ഫോട്ടോയിൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതെൻ്റെ ഫാമിലിയാണ്. അതുപോലെ തന്നെ ഇത് ഇത്താത്ത ഫാമിലി, അതായത് ഉമ്മാൻ്റെ അനിയത്തി ഫാമിലി. പിന്നെ ഇത് മൂത്ത കാർന്നോറും ഫാമിലിയാണ്, അമ്മായിയും 3 മക്കളും. ഇത് രണ്ടാമത്തെ കാർന്നോറ് ഫാമിലി. 3 മക്കൾ തന്നെയാണ് ഉള്ളത്. പിന്നെ ഉമ്മാമ്മ ഒന്നിച്ചുണ്ട്. പിന്നെ അതിന് ശേഷം എടുത്ത ഓരോ ഫോട്ടോസായിട്ട് ഞാൻ കൊടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹോൾ ഫാമിലി അടങ്ങുന്നതാണ് എൻ്റെ ഉമ്മാമ്മൻ്റെ മക്കള്, മക്കളെ മക്കള്, അങ്ങനെയുള്ള എൻ്റെ ഫാമിലി ഇതാണ് കേട്ടാ. അതിനുശേഷം ഇതാ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഏകദേശം 2, 2:30 ഒക്കെ ആയിന് കേട്ടോ രാത്രി വീട്ടിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ ഗ്രൂം ട്യൂബ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഇനി കല്യാണ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.